നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വലിയ പാടം NSS കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ ഭാരവാഹികൾക്ക് നൽകിയ സ്വീകരണ യോഗം താലൂക്ക് യൂണിയൻ സെക്രട്ടറി N. കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് K. അനന്തൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. മേനോൻ, വൈസ് പ്രസിഡന്റ് K. ശിവാനന്ദൻ, കരയോഗം സെക്രട്ടറി KV പരമേശ്വരൻ നായർ, പ്രതിനിധി സഭ അംഗം R. സുകേഷ് മേനോൻ, യൂണിയൻ ഭരണസമിതി അംഗം P. സന്തോഷ് കുമാർ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം ബാലകൃഷ്ണൻ കൂട്ടാല, പ്രതിനിധി സഭ മെമ്പർ C. കരുണാകരൻ ഉണ്ണി, വനിതാ സമാജം സെക്രട്ടറി പ്രസന്ന നന്ദൻ, കരയോഗം വൈസ് പ്രസിഡന്റ് PV ശ്രീകുമാർ, ജോയിൻറ്റ് സെക്രട്ടറി P. അച്യുതൻകുട്ടി എന്നിവർ സംസാരിച്ചു. അംഗങ്ങളെ പൊന്നാടയണിയിച്ച് ആദരിക്കുകയും പ്രകൃതി സ്നേഹത്തിൻ്റെ മാതൃക കാട്ടി അംഗങ്ങൾക്ക് ചെടികൾ നൽകുകയും ഫലവൃക്ഷ തൈകൾ നൽകുകയും ചെയ്തു. ഇത് പ്രകൃതിയോടുള്ള സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. വളരെ പ്രൗഢഗംഭീരമായ സദസ്സിലാണ് സ്വീകരണ യോഗം നടത്തിയത്. എല്ലാ അംഗങ്ങളും വളരെ സന്തോഷത്തോടെ, വളരെ സഹകരണത്തോടെ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തതായി ബന്ധപ്പെട്ട സംഘാടകർ അറിയിച്ചു. പഠിക്കേണ്ടവർ നമ്മൾ നേരെ മാർഗത്തിലേക്ക് പോയിട്ടുള്ളൂ. ശരിയായ മാർഗം മാത്രമേ നമ്മൾ അവലംബിച്ചുള്ളൂ. കള്ളത്തരത്തിൽപ്പെട്ടവരുടെ പതിനെട്ടാൻ പോയൊന്നുമല്ല. വിത്ത് ഓൾ സാങ്ഷൻ നമ്മൾ ചെയ്താണ്. ധൈര്യമായിട്ട് കലകി തെളിയുമ്പോൾ നമുക്ക് ചെയ്യാം. അതുപോലെ ധൈര്യമായി മുന്നോട്ടേക്കും. പിന്നെ സിന്ധു മേഡത്തെ പോലെയും രമണ ചേച്ചിയുടെയും കൃഷ്ണദാസിൻ്റെ ഒക്കെ സപ്പോർട്ട് നമുക്ക് തീർച്ചയായും ഉണ്ടായിരിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ടും ഇന്ന് ഞങ്ങൾക്ക് തന്ന എല്ലാ സ്നേഹാദരങ്ങൾക്കും സത്യത്തിൻ്റെ ഭാഷയിൽ, അതായത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് NSS. പോലെ 12 വർഷമായിട്ടുള്ള ഈ കരയോഗത്തിൻ്റെ പ്രവർത്തനം 12 വർഷങ്ങൾ കൊണ്ട് തന്നെ പാലക്കാട് താലൂക്ക് യൂണിയനിലെ ഏറ്റവും നല്ല കരയോഗങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ വലിയപാടം കരയോഗത്തിന് സാധിച്ചു. മനോഹരമായ ഒരു കരയോഗ മന്ദിരവും പൂർണ്ണമായും ശീതീകരിച്ച ഒരു കരയോഗ മന്ദിരവും അതോടൊപ്പം തന്നെ താലൂക്ക് യൂണിയൻ്റെ ഏതൊരു പ്രവർത്തനത്തിലും താലൂക്ക് യൂണിയൻ നടത്തുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളായിക്കോട്ടെ, മറ്റേതൊരു പ്രവർത്തനങ്ങളായിക്കോട്ടെ, ആ പ്രവർത്തനങ്ങളിൽ ഈ കരയോഗം നൽകുന്ന നിർലോഭമായ സഹകരണം വളരെ വലുതാണ് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗിക്കാം. ഓരോ പരിപാടി നമുക്കറിയാം. 2 വർഷം മുമ്പ് നടന്ന നായർ മഹാസമ്മേളനത്തിൽ കരയോഗങ്ങളിൽ നടത്തിയ വിളംബര റാലിക്ക് മറ്റ് കരയോഗങ്ങൾ അനുവർത്തിക്കാൻ നിർബന്ധിതമാക്കിയ ഒരു വിളംബര റാലിക്ക് തുടക്കമിട്ടത് വലിയപാടം കരയോഗമാണ്. വാദ്യഘോഷങ്ങളോടെ ആ ഫസ്റ്റ് ദിവസം സ്വീകരിച്ചപ്പോൾ പിന്നെ തുടക്കമുള്ള എല്ലാ കരയോഗങ്ങളും ആ രീതി പുലർത്തുന്നത് നമ്മൾ കാണുകയുണ്ട്. അതോടൊപ്പം തന്നെ സമ്മേളനത്തിൻ്റെ വിളംബരമായ റാലി കരയോഗം മാത്രം നടത്തിയത് കുതിരപ്പുറത്ത് അല്ലെ, കുതിരയുടെ നായരുടെ അറിയാം, നാടുവാഴി നാട്ടു പ്രമാണിമാരും സേനാ നായകന്മാരുമായ നായരുടെ വാഹനമായിരുന്നു കുതിര. ആ കുതിരപ്പുറത്ത് ഈ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്നുകൊണ്ട് മഹാസമ്മേളനത്തിന് വിളംബര റാലി നടത്തിയ ഒരു കരയോഗമാണ് വലിയപാടം കരയോഗം. കാര്യങ്ങളൊന്നും വിശദീകരിക്കണം. എല്ലാവർക്കും അനാഥരായിട്ട് മരിക്കപ്പെടുന്നവർക്കുമൊക്കെ സൗകര്യമൊരുക്കുവാൻ, വെയിൽ കൊള്ളാതെ മഴ നനയാതെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുവാൻ ശ്രമിച്ചുകൊണ്ട് വലിയപാടം കരയോഗം 15 ലക്ഷത്തോളം രൂപ ചെലവ് ചെയ്തൊരു സത്പ്രവർത്തനത്തിന് മുതിർന്നപ്പോൾ ചില രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തി, രാഷ്ട്രീയ പിന്തിരിപ്പ ശക്തികൾ എന്ന് പറയാവുന്ന ന്യൂനപക്ഷം ഒരു രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഹൈന്ദവ സമുദായത്തിൻ്റെ ജാതീയമായ വേർതിരിവുകൾ നടത്തിക്കൊണ്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടും നടത്തിയ പ്രവർത്തനങ്ങൾ ചാനലുകളിൽ നമ്മൾ കാണുകയുണ്ടായി. ഇല്ലേ, നമ്മൾ കണ്ടു. കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകരയിൽ നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നുമൊക്കെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ചില സഹപ്രവർത്തകരെ വിളിച്ചു വെച്ചു പാലക്കാട് എന്ന വിഷയം. പക്ഷെ അപ്പോൾ പാലക്കാട് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ പറഞ്ഞു, എൻ്റെ കരയോഗമാണ്, ഞാൻ ഇരിക്കുന്ന കരയോഗമാണ്, ആ കരയോഗത്തിലുള്ള സംഭവമാണ്. കരയോഗം മുനിസിപ്പാലിറ്റിയുടെ ശ്മശാനത്തേക്ക് ഒരു ചെറിയ നിർമ്മാണ പ്രവർത്തനം നടത്തുവാൻ എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിൽ, ഒരു ജാതി മതത്തിന് അതീതമായി ഏവർക്കും ഉപകരിക്കുന്ന രീതിയിൽ
ശ്മശാനത്ത് പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ സംഭാവനയായി നൽകുവാൻ തയ്യാറായി കരയോഗം വന്നപ്പോൾ അതിനെതിരെ നടത്തുന്ന ചില വേർതിരിവുകൾ, ജാതീയമായ വേർതിരിവിന് വേണ്ടി ശ്രമിക്കുന്ന ചില രാഷ്ട്രീയ പിന്തിരിപ്പ ശക്തികളുടെ മുതലെടുപ്പുകളാണ് ഉണ്ടായതെന്ന് പറയേണ്ടി വന്നു. പക്ഷെ അതിന് പലരും ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് അതിനൊരു അഭിമുഖം കൊടുത്തില്ല, അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം കൊടുത്തില്ല? NSSന്റെ നയം അതാണ്, ആവശ്യമില്ലാത്ത കാര്യത്തിൽ പ്രതികരിക്കാറില്ല. പലരും റോഡുകളിൽ കിടന്ന് പലരും പറയും, പലരും പല വാക്കുകൾ ഉപയോഗിക്കും. പക്ഷേ നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ എന്ന സമുദായാചാര്യൻ നമ്മളെ കാണിച്ചു തന്നത്, യുഗപ്രഭാവനായ ഭാരതകേസരി നമ്മളെ കാണിച്ചു തന്നത്, നമ്മുടെ ആദരണീയനായ ഇന്നത്തെ ജനറൽ സെക്രട്ടറി നമ്മളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല. പലരും പറയും, റോഡിൽ കിടന്ന് പല സ്വബോധമില്ലാത്തവർ പലതും പറയുമ്പോൾ അതിനെ പ്രതികരിക്കാൻ നമ്മൾ പോകാറില്ല. ആ നയ NSS സ്വീകരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച ഈ സമുദായത്തിൽ സംഘടനയെയും സത്യത്തിന് നീതിക്ക് ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെയും സമുദായത്തെയും ഒറ്റിക്കൊടുക്കുവാനും തള്ളിപ്പറയുവാനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ശക്തികളുണ്ടെങ്കിൽ അവരെ മന്നത്ത് പത്മനാഭന്റെ ആ അദൃശ്യമായ ശക്തി ഇല്ലാതാക്കണമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.